ട്രെയിനിലെ ഫുഡിനെ പറ്റി നല്ല മതിപ്പ് കാരണം അതിൽ നിന്നൊന്നും കഴിച്ചില്ല. ഇറങ്ങിയ ഉടനെ ആഹാരം തപ്പിയാണ് പോയത്. ഒരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോഴോ ഇഷ്ടം പോലെ ഫുഡ് നിരത്തി വെച്ചേക്കുന്നു. ഞങ്ങൾക്ക് ഈ ആന്ധ്ര ഫുഡിനെ പറ്റി വളരെ വലിയ വകുപ്പൊന്നും അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മലയാളികൾ എവിടെ ചെന്നാലും മസാല ദോശയും പൊറോട്ടയും വിട്ടൊരു കളിയില്ല എന്നറിയാലോ. ഇത്രയധികം റൈസ് വെറൈറ്റീസ് നിരത്തി വെച്ചിട്ടും എൻ്റെ കണ്ണ് ആദ്യം പോയത് മസാല ദോശയിലേക്കും. അച്ഛന് പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത്, അമ്മയും മസാല ദോശ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ മസാല ദോശയും അച്ഛൻ്റെ പൊറോട്ടയും ഞങ്ങളുടെ കൈ കിട്ടി. പൊറോട്ട അത്യാവശ്യം വലിയ പൊറോട്ടയായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റും ആയിരുന്നു, വിചാരിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. പക്ഷേ കറി, മസാല ദോശ അത് തന്നെ അവസ്ഥ. ചട്നിയിലാണെങ്കിൽ കപ്പലണ്ടി അരച്ച് ചേർക്കും, കർണാടകയിലും അതുപോലെയാണ്. ആ ചട്നി എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ചിലർക്ക് നല്ല ഇഷ്ടമാണ്. നല്ല രീതിയിൽ എരിവുണ്ട്, അത് ബാലൻസ് ചെയ്യാനായിട്ട് മധുരമുള്ള ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാഴ്ചകൾ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ് കയറി. ബസ് യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം പിള്ളേർക്ക് ഉപകാരപ്പെടുന്നത്, അതായത് പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും അവർ റോഡിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യം പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പതിക്കും. അതെനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. കുറേ കാര്യങ്ങൾ, കുറേ ആൾക്കാരുടെ ഫോട്ടോസ്, കുറേ നല്ല നല്ല കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആന്ധ്ര വിശേഷങ്ങൾ ഇനിയും